ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായി സ്ഥിതി ചെയ്യുന്ന 4 ബെഡ്റൂമിന്റെ മനോഹരമായ ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 2 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിന്റെ നിർമ്മാണം. മനോഹരമായ ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടവിരിച്ച റോഡാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസിയോട് കൂടി നിൽക്കുന്ന ഒരു വീടാണ്. മനോഹരമായ വലിപ്പമുള്ള ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. ഭംഗിയുള്ളൊരു വില്ല കമ്മ്യൂണിറ്റി പോലെ പണിതിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള റോഡ് തന്നെയാണ്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 16 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നാൽ നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. 3 വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. അവിടെയായി നമുക്കൊരു കാർ പോർച്ച് ബിൽഡർ പണിത് തരുന്നതാണ്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായി കിണറിന്റെ സ്ഥാനം നമുക്ക് കാണാം. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. ഈ കാണുന്ന ഭാഗത്തായാണ് വർക്ക് ഏരിയക്കുള്ള സ്പേസ് ലഭിക്കുക. വടക്ക് ഭാഗത്തേക്ക് ദർശനം വരുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായി അലക്കുകല്ലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്തെ വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ മിതമായ നിരക്കിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. അങ്ങനെ നമ്മൾ ചുറ്റുഭാഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് തിരിച്ചു വരാം. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വീടിന് മുറ്റത്തായി വിരിക്കാനുണ്ട്. വീടിന്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. ഡോറിന്റെയും വീടിന്റെയും സ്റ്റെപ്പിന്റെയും ഡയറക്ഷൻ വടക്ക് ഭാഗത്തേക്കായാണ്. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് കാണാം. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറ് ചെയ്തിട്ടുള്ളത് ടീക്കുഡിലാണ്, തേക്കിലാണ്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ഡോറ് തുറന്ന് 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോറ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോളിലേക്കാണ്. നല്ല വലിപ്പത്തിലുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും സീലിംഗ് ഫാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. നല്ല ക്വാളിറ്റിയുള്ള മൾട്ടിവുഡിൽ തന്നെയാണ് ആ ഒരു TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഈ ഭിത്തിയിൽ വാൾപേപ്പർ എല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഡൈനിങ് ഹാളിലേക്കാണ്. 2 ടേബിൾ ഇടാവുന്നൊരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റും സീലിംഗ് ഫാനും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സീലിംഗ് ഫാനുകൾ എല്ലാം BLDC ഫാനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചന്റെ ഭാഗത്തേക്ക് വരാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചന്റെ നിർമ്മാണം. ക്രോക്കറി ഷെൽഫുകളും ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിൽ മാക്സിമം സ്പേസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചന്റെ നിർമ്മാണം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ഭാഗത്തെല്ലാം ഗ്രാനൈറ്റ് എല്ലാം വിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ കിച്ചന്റെ അകത്തേക്ക് കയറാം. വിശാലമായ ഒരു കിച്ചണാണ് ഈ വീടിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അത് മൾട്ടിവുഡിൽ തന്നെയാണ് നിർമ്മാണം. ഒരു ചിമ്മിനിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറ് സ്ലാബ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു ഭാഗത്താണ് വീടിന്റെ 1ാമത്തെ ബെഡ്റൂം വരിക. ബെഡ്റൂമിന്റെ ഭാഗത്തേക്ക് വന്ന് 13-11 അളവിൽ വരുന്ന ബെഡ്റൂമാണ്.
രണ്ട് ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ബെഡ്റൂമിൽ ഒരു കോർണറിലായി കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് അവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെ കാണാം. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്തിരിക്കുന്ന ഈ ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സ് എല്ലാം സെറ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കിനി ഒന്നാമത്തെ നിലയിലേക്ക് പോകുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ താഴെയായി വാഷ് കൗണ്ടറും നമുക്ക് കാണാം. 4 ബെഡ്റൂം വരുന്ന ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ വരുന്ന ഹാൻഡ് റെയിലും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമുക്ക് നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം. ഇവിടെ നിന്നുമാണ് നമുക്ക് മുകളിലെ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും വരുന്നത്. ചെറിയൊരു ഹോളിലേക്കാണ് വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുള്ള ഈ ഹോളിലും അഡീഷണൽ ആയിട്ട് ഒരു TV യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഭിത്തിയിലാണ് TV യൂണിറ്റ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഇവിടെയായി 3 ബെഡ്റൂമാണ് വരിക. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതിൻ്റെ നേരെ മുകളിലായി വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈസി ആക്സസ് ഉള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്തായി തന്നെയാണ് മെഡിക്കൽ കോളേജ്, കൂടാതെ ന്യൂവാൽസ് കോളേജ്, ഇൻഫോ പാർക്കിലേക്ക് പോകാനുള്ള റൂട്ട് എന്നുവേണ്ട എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈസി ആക്സസ് ലഭിക്കുന്നുണ്ട്. കൂടാതെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ജസ്റ്റ് 3.5 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മൾ 3ാമത്തെ ബെഡ്റൂമിൽ വന്നെത്തി നിൽക്കുകയാണ്. ഇത് 12-11 അളവിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് 14-11 അളവിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തു തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ നിർമ്മാണം. ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഭാഗത്തേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ റേറ്റും മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്തായി മെഡിക്കൽ കോളേജിനടുത്തായി സ്ഥിതി ചെയ്യുന്ന 4.650 സെന്റിൽ 2150 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 90 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.